തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന വടക്കൻ മേഖലയിലെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 മണിക്കൂർ മാത്രം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കൊട്ടിക്കലാശം നടക്കുകയാണ്. കലാശക്കൊട്ട് ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഈ ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ നടക്കാനിരിക്കുന്നത്. അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് ജില്ലകളെല്ലാം. തൃശൂരിൽ നിന്ന് നടരാജ് പരശുറാം ചേരുന്നുണ്ട്. കാസർഗോഡ് ഷഫീഖ് നസ്രുള്ളയും, കണ്ണൂരിൽ ബിജേഷ് ഗോവിന്ദനും, മലപ്പുറത്ത് ജംഷീർ കൊടിഞ്ഞിയും, തിരൂരിൽ യൂനുസ് അഹമ്മദും, പാലക്കാട് നിന്ന് സാജിദും, വയനാട്ടിൽ ഫൈസലുമുണ്ട്. ആദ്യം തൃശൂരിലേക്കാണ്. നടരാജ് പരശുറാമുണ്ട്. നടരാജ്, എത്രത്തോളം കളർഫുള്ളാണ് ഇത്തവണത്തെ കൊട്ടിക്കലാശം? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയോ? വലിയ ആവേശത്തോടു കൂടിയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. വോട്ടർമാർക്ക് പരസ്യ പ്രചാരണം നടത്താൻ ഇനി ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയധികം വോട്ടർമാരെ കാണാൻ കഴിയുമോ അത്രയധികം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള വലിയ ശ്രമം കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ കുട്ടംകുരങ്ങര ഡിവിഷനിലാണ്. നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ ഒന്ന്. ഇവിടെ UDF സ്ഥാനാർത്ഥിയായ അഞ്ജലിയുടെ പ്രചാരണമാണ് നടക്കുന്നത്. അല്പസമയം മുമ്പ് തുടങ്ങിയ ജാഥയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. മറുഭാഗത്ത് മറ്റൊരു റാലിയും ഇത്തരത്തിൽ പ്രചാരണമായി ഇടതു സ്ഥാനാർത്ഥിയുടെ റാലി മറ്റൊരു ഭാഗത്തുകൂടി പോകുന്നുണ്ടായിരുന്നു. ഇതൊരു പരിച്ഛേദം മാത്രമാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലായി ഒരുപാട് റാലികൾ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും മറ്റ് ഗ്രാമസഭാ പരിധികളിലൊക്കെ തന്നെ നടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രചാരണം നടക്കുന്നു, മുനിസിപ്പാലിറ്റികളിൽ പ്രചാരണം നടക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണ്. നമ്മളൊപ്പം സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിയോട് ചോദിക്കാം, എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ കൊട്ടിക്കലാശത്തിൽ കാണുന്നത്? 100% സന്തോഷമുണ്ട്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ അവസാനം ഈ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്താണ്? എല്ലാവർക്കും നല്ല സന്തോഷം. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ പറയുന്നത് മോള് ജയിക്കും തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിലേക്കും നല്ല സന്തോഷമുണ്ട്. എല്ലാവരും പറയും. പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടിക്കലാശം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയാണ് ഇതിന്റെ ഒരുക്കം? എങ്ങനെ സ്വരാജ് റൗണ്ടിലാണ് കൊട്ടിക്കലാശം എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ എത്ര മണിക്ക് അവിടെ എത്തും? അവിടെ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്? ഞങ്ങൾ 5 മണിക്ക് മുമ്പ് അവിടെ എത്തും. എല്ലാ ഡിവിഷനിലുള്ള ആളുകൾ എത്തും. ഈ ഡിവിഷൻ നിലനിർത്തുന്ന പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഡിവിഷനാണെങ്കിൽ ഇപ്രാവശ്യം നിലനിർത്തേണ്ട പോരാട്ടത്തിലാണ് കോൺഗ്രസ് മുന്നേറുന്നത്. 5 മണിയോടുകൂടി ഇവരുടെ ഈ റാലി, ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള റാലി തൃശൂർ സ്വരാജ് റൗണ്ടിലെത്തും. അവിടെ NDAക്കും LDFനും UDFനും പ്രത്യേകം സ്ഥലങ്ങൾ ജില്ലാ ഭരണകൂടം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ ആയിരിക്കും കൊട്ടിക്കലാശം നടക്കുക. എന്തായാലും വലിയൊരു കൊട്ടിക്കലാശത്തിൽ തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്. അതാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശങ്ങൾ അതിന്റെ ആവേശ കൊടുമുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.